ലെമ്മയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ ആയിരുന്നു. ഈക്വൽ ടു യൂണിയൻ ഓഫ് ദിസ് സെറ്റ് എന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പൊ എക്സ് എച്ചിലെടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് ആണ് എച്ചിന്റെ ഡെഫിനിഷൻ പ്രകാരം. എഫ് ഓഫ് എക്സ് ഇൻഫ്യൂം ആയതുകൊണ്ട് അതിനേക്കാൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് ആയതുകൊണ്ട് അതിനേക്കാൾ കൂടിയ വാല്യൂ എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ആവില്ല. അപ്പം അതിനേക്കാൾ എന്താണ് ചെറിയൊരു എലമെന്റ് സെറ്റിനകത്ത് ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ ക്യൂ എലമെന്റ് ഓഫ് ജി എക്സ് എന്ന് കിട്ടി. ഇനി ജി എക്സിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ജി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എഫ് ടിയിൽ വരുന്ന ടീകളുടെ കളക്ഷൻ ആണ് ജി എക്സിലുള്ളത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ജി എക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എക്സ് എഫ് ക്യൂല് വന്നു എന്നല്ലേ. അപ്പൊ എക്സ് എഫ് ക്യൂല് എലമെന്റ് ആണെന്ന് കിട്ടി. അതിന്റെ ക്യൂ ലെസ് ദാൻ എസ് ആണ്. അപ്പൊ ദേ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരാളാണെന്ന് കിട്ടിയില്ലേ എഫ് ക്യൂ എന്ന് പറയുന്നത്. എഫ് ഇത് ഈ യൂണിയനിൽ പറഞ്ഞിട്ടുള്ള എങ്ങനെയുള്ള പറയാ? എഫ് ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ്. ഇവിടെ ദേ ക്യൂ എന്ന് പറയുന്നത് നമ്മളുടെ എഫ് ക്യൂനകത്തുള്ള എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ടി ലെസ് ദാൻ എസ് എന്ന് പറയും ക്യൂ ലെസ് ദാൻ എസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിയിലെ ഒരാളാണ് നമ്മളുടെ എഫ് ക്യൂ എന്ന് പറയുന്നത്. സോ എക്സ് എഫ് ക്യൂല് വന്നതുകൊണ്ട് ഈ യൂണിയനകത്ത് വന്നു. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ചുള്ള പാർട്ട് വേണം. അതായത് യൂണിയനിൽ ആരെടുത്തു കഴിഞ്ഞാലും എച്ചിലുണ്ടെന്ന് കിട്ടും. അപ്പൊ നമ്മൾ എക്സ് എന്നുള്ളത് യൂണിയനിലെ ഒരു എലമെന്റ് എന്നുള്ള രൂപത്തിലെടുത്തു. അപ്പൊ സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എച്ചിലുണ്ടെന്നാണ്. എക്സ് എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്? എക്സ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂണിയനിലെ ഒരാളാണ് എന്നുള്ള രൂപത്തിലാണ് എക്സിനെ എടുത്തിട്ടുള്ളത്. സോ കോൺവേഴ്സ്ലി വി ഹാവ് ടു ഷോ ദാറ്റ് ഈ ടി എലമെന്റ് ഓഫ് ക്യൂ ആൻഡ് ടി ലെസ് ദാൻ എസ്, അതായത് ഈ യൂണിയനിലെ ഒരാളെന്ന് പറയുമ്പോൾ ടി ലെസ് ദാൻ എസ് ആയിരിക്കണം, എഫ് ടിയിലെ എലമെന്റും ആയിരിക്കും. അപ്പോൾ ടി എലമെന്റ് ഓഫ് ക്യൂ ടി ലെസ് ദാൻ എസ് ആണ്. അങ്ങനെ ഒരു എഫ് ടി എടുത്തു കഴിഞ്ഞാൽ എഫ് ടി എച്ചിന്റെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എഫ് ടിയിലെ ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ് എന്നുള്ളതാണ്. സോ എഫ് ഓഫ് എക്സ് ഇവിടെ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. കാരണം എന്താ, ഈ ഇങ്ങനെയുള്ള എക്സ് എഫ് ടിയിലാണ്. അപ്പൊ ടി എവിടെ വന്നു? ജി എക്സിനകത്ത് വന്നു. അങ്ങനെയുള്ള ജി എക്സിന്റെ ഇൻഫിം ആണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലത്തെ ഒരു എലമെന്റിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. അപ്പൊ സോ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. പക്ഷെ ടി എന്ന് പറയുന്നത് ഓൾറെഡി ലെസ് ദാൻ എസ് ആണ്. ഈ യൂണിയനിലെ മെമ്പേഴ്സിന്റെ ഇതിലത്തെ അങ്ങനെയുള്ള ടികളെയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ടി ലെസ് ദാൻ എസ് ആണ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. അത് രണ്ടോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എസ്. അപ്പൊ അത്ര മതി നമ്മളുടെ എച്ചിൽ എലമെന്റ് ആവാനുള്ള കണ്ടീഷൻ. അപ്പൊ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആയതുകൊണ്ട് എക്സ് എച്ചിൽ വന്നു. അപ്പൊ എച്ച് എന്ന് പറയുന്നത് യൂണിയൻ ആണെന്നുള്ളത് കിട്ടി. യൂണിയനിലത്തെ ഒരു എലമെന്റ് എടുത്തപ്പോൾ എച്ചിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓരോ എഫ് ടികളും ഓപ്പൺ ആണെന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ എച്ച് അവരുടെ അങ്ങനെയുള്ള ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആയപ്പം എച്ച് ഓപ്പൺ ആണെന്ന് കിട്ടി. എച്ച് ഓപ്പൺ ഇൻ ക്യാപിറ്റൽ എക്സ് ആണെന്ന് കിട്ടി. ഇനി ഒരു പാർട്ട് കൂടി നമുക്ക് പ്രൂവ് ചെയ്യാണ്ട്. ഈ ടൈപ്പിലുള്ള സെറ്റുകളും ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആ ടൈപ്പിലുള്ള ഒരു സെറ്റിനെ നമ്മൾ കെ എന്ന് പേര് വിളിച്ചു. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ്. നമുക്ക് കെ ഓപ്പൺ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സ് മൈനസ് കെ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വി വിൽ പ്രൂവ് എക്സ് മൈനസ് കെ ഈസ് ഈക്വൽ ടു ഇന്റർസെക്ഷൻ എഫ് ടി ക്ലോഷർ ടി എലമെന്റ് ഓഫ് ക്യൂ ടി ഗ്രേറ്റർ ദാൻ എസ്. അപ്പൊ ഈ എക്സ് മൈനസ് കെ ഈ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടെന്നും ഇവിടെ നിന്ന് ഒരു എലമെന്റ് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടെന്നും പ്രൂവ് ചെയ്താൽ മതി. സോ ആദ്യം നമ്മൾ എക്സ് മൈനസ് കെയിൽ നിന്ന് ഒരു സ്മോൾ എക്സ് എടുക്കുന്നു. കെയിലെ എലമെന്റ് പ്രത്യേകത എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എസ് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റിലത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിലുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് ടി എലമെന്റ് ഓഫ് ക്യൂ ടി ഗ്രേറ്റർ ദാൻ എസ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ടി ആണ്. കാരണം എന്താ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. എഫിനേക്കാൾ സ്ട്രിക്ട്ലി വലുതാണ് ടി എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ടി എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ജി എക്സിന്റെ ഇൻഫിമ അല്ലേ. അപ്പൊ അതിനേക്കാൾ വലിയൊരു എലമെന്റ് ആണ് ടി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ there exists two element of gx such that q less than t. ആ രൂപത്തിൽ ഒരു എലമെന്റ് q ലെസ് ദാൻ ടി എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ക്യൂ ജി എക്സിൽ വന്നു കഴിഞ്ഞാൽ എക്സ് എഫ് ക്യൂല് വന്നു. ഓക്കെ, അപ്പൊ എക്സ് എഫ് ക്യൂല് വന്നു ആൻഡ് ക്യൂ ലെസ് ദാൻ ടി ആണ്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഫോർത്ത് കണ്ടീഷൻ പ്രകാരം നോക്കിക്കേ, എസ് ലെസ് ദാൻ ടി ആണെങ്കിൽ എഫ് എസ് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് ടി ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂ ലെസ് ദാൻ ടി എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? ക്യൂ ലെസ് ദാൻ ടി ആയതുകൊണ്ട് ആ കണ്ടീഷൻ പ്രകാരം എഫ് ക്യൂ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് ടി എന്ന് കിട്ടും. എഫ് ടി ഓൾവേസ് സബ്സെറ്റ് ഓഫ് ടി ക്ലോഷർ ആണല്ലോ. അപ്പൊ എഫ് ക്യൂ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് ടി ക്ലോഷർ എന്ന് പറയാം. ഓക്കെ,
ഇപ്പൊ എക്സ് എഫ് ക്യൂലുണ്ട്, അപ്പൊ അതിന്റെ ക്ലോഷറിൽ വന്നു, അപ്പൊ അത് ഇവിടെ വന്നു. അപ്പൊ എക്സ് എഫ് ടി ക്ലോഷറിൽ ഉണ്ടെന്ന് കിട്ടി ഫോർ ഓൾ ടി എലമെന്റ് ഓഫ് ക്യൂ. അതായത് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ സെറ്റിലും ഉണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ഈ ഇന്റർസെക്ഷനിലുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ ഈ എക്സ് മൈനസ് കെയിലെ ഒരു എലമെന്റ് എടുത്തപ്പോൾ ഇവിടെ ഉണ്ടെന്ന് കിട്ടി. ഇനി തിരിച്ച് ഈ ഇന്റർസെക്ഷനിൽ ഏത് എലമെന്റ് എടുത്താലും എക്സ് മൈനസ് കെയിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ കോൺവേഴ്സ്ലി സപ്പോസ് എക്സ് എലമെന്റ് ഓഫ് ദിസ് ഇന്റർസെക്ഷൻ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിലുണ്ടെന്നാണ്, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് കെയിൽ ഉണ്ടെന്ന്, അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ പോരെ. സോ വി സപ്പോസ് എഫ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ്. ഇതിന്റെ ഓപ്പോസിറ്റ് സപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പർ വന്നു കഴിഞ്ഞാലും ഡിസ്റ്റിങ്ക്റ്റ് റിയൽ നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് റാഷണൽ നമ്പേഴ്സിനെ കണ്ടുപിടിച്ചത്. സോ ദാറ്റ് ക്യൂ കോമ ടി റാഷണൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എസ് ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ ടി ലെസ് ദാൻ എഫ് ഓഫ് എക്സ്. ഈ രൂപത്തിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് എഫ് ക്യൂ ക്ലോഷറിൽ ഉണ്ടാവില്ല. കാരണം വന്നു കഴിഞ്ഞാൽ എക്സ് എഫ് ക്യൂ ക്ലോഷർ ക്യൂ ലെസ് ദാൻ ടി അല്ലേ. ഇപ്പൊ നമ്മുടെ ഫോർത്ത് കണ്ടീഷൻ പ്രകാരം എഫ് ക്യൂ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് ടി എന്നാണ് കിട്ടുക. അപ്പൊ എക്സ് എഫ് ക്യൂ ക്ലോഷറിൽ വന്നാൽ സ്വാഭാവികമായിട്ട് അത് എഫ് ടിയിൽ വരും. അപ്പൊ എഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജി എക്സ് എന്താണ് എക്സ് എഫ് ടിയിൽ വന്നു കഴിഞ്ഞാൽ ടി എവിടെ വരും, ജി എക്സിനകത്ത് വരും. പക്ഷേ ഇങ്ങനെയുള്ള ജി എക്സിൽ വരുന്ന എലമെന്റുകളുടെ ഇൻഫിമം ആണ് ആരെന്ന് പറയുന്നത്, സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോ അതിലുള്ള എലമെന്റിനേക്കാളും വലുതായിട്ട് വരും അതിന്റെ ഇൻഫിമം. ടി എന്നുള്ളത് ജി എക്സിലെ എലമെന്റും അതിന്റെ ഇൻഫിമം എഫ് ഓഫ് എക്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വരില്ലല്ലോ. ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ ആ കോൺട്രഡിക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, എക്സ് ഒരിക്കലും എഫ് ക്യൂ ക്ലോഷറിനകത്ത് വരില്ല എന്നാണ് കിട്ടി. സോ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എഫ് ക്യൂ ക്ലോഷർ. ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ. So this establish x minus k is intersection of these closed sets. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഈ ഇന്റർസെക്ഷനും എക്സ് മൈനസ് കെയും ഈക്വൽ ആണ്. ഇതിൽ ഓരോ എഫ് ടി ക്ലോസറുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ക്ലോസ്ഡ് സെറ്റുകളാണ്. അപ്പോൾ ആ ക്ലോസ്ഡ് സെറ്റുകളുടെ ആർബിട്രറി ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ അഗൈൻ ക്ലോസ്ഡ് ആണ്. സോ എക്സ് മൈനസ് കെ ക്ലോസ്ഡ് ആയി, അപ്പോൾ കെ ഓപ്പൺ ആയി. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഓപ്പൺ സെറ്റുകളും ഓപ്പൺ ആണെന്ന് കിട്ടി. therefore f is a continuous function. ഓക്കെ. ഇനി നമ്മളുടെ എന്താ പറയാ, യൂറിസോൺ ലെമ്മയുടെ പ്രൂഫ് എന്ന് പറയുന്നത്, യൂറിസോൺ ലെമ്മയിൽ നമുക്ക് എങ്ങനെയുള്ള സെറ്റുകളാണ് തന്നിട്ടുള്ളത്. യൂറിസോൺ ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം, എക്സ് നോർമൽ സ്പേസ് ആണെങ്കിൽ ഏത് രണ്ട് ക്ലോസ്ഡ് സെറ്റ് എയും ബിയും തന്നു കഴിഞ്ഞാലും ഈ രൂപത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കുക വേണ്ടത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ നമ്മൾ ഈ പ്രൂവ് ചെയ്ത ലെമ്മ പ്രകാരം നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ തരത്തിലുള്ള സെറ്റുകൾ ഉണ്ടെന്നും ആ സെറ്റുകൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ആ എയും ബിയും രണ്ട് ക്ലോസ്ഡ് സെറ്റുകൾ തന്നിട്ടുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള എഫ് ടികളെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എല്ലാ റാഷണൽ നമ്പേഴ്സിനും, ഇനി ഉള്ള പ്രൂഫ് ഇവിടുന്ന് മുതലാണ് കേട്ടോ. അപ്പം ആക്ച്വലി ഉള്ള യൂറിസോൺ ലെമ്മയുടെ പ്രൂഫ് ഇവിടുന്ന് തുടങ്ങുന്നത്. അതിന് വേണ്ട സപ്പോർട്ടിംഗ് ലെമ്മയാണ് മുമ്പ് പ്രൂവ് ചെയ്തത്. അപ്പോൾ സോ enumerates the rationals in closed interval 0-1 as q0, q1, q2, q3 etc. ഓക്കെ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അതിലെ Q0 എന്നുള്ളത് 0 ആയിട്ടും Q1 എന്നുള്ളത് 1 ആയിട്ട് എടുക്കുന്നു. ഇനി ഇതിലിത് ഇൻക്രീസിങ് ഓർഡറിൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇതിൽ എല്ലാവരും വന്നിട്ടുണ്ടാവണം, എക്സാക്ട്ലി 1 ടൈം വന്നിട്ടുണ്ടാവണം എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഇൻക്രീസിങ് ഓർഡറിലാണെന്ന് വിചാരിക്കരുത്. ഇത് 0, ഇത് 1, ബാക്കിയുള്ള റാഷണൽ നമ്പേഴ്സ് ഇവര് എന്നുള്ള രൂപത്തിൽ എടുത്തു. എന്നിട്ട് Q0, എഫ് Q0, എഫ് ടികൾ നമ്മൾ ഇവിടുത്തെ ഓരോ ടികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ടികൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നും പറയണം. അപ്പോൾ F0, അതായത് എഫ് Q0 എന്നുള്ളതും എഫ് Q1 എന്നുള്ളതും നമ്മൾ ഇവിടെ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെക്കണോ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് Q0 എന്നുള്ളത് അത് ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് Q0 എന്നുള്ളത് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നു, നമ്മൾ എയും ബിയും രണ്ട് ക്ലോസ്ഡ് സെറ്റുകൾ. അപ്പൊ ഇവിടെ ഇതും കൂടി എഴുതണം കേട്ടോ. അപ്പം നമുക്ക് എനെയും ബിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഫാമിലി ഓഫ് സെറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഫോർ ടി ലെസ് ദാൻ 0 ആൻഡ് ടി ലെസ് ദാൻ 1 നമ്മൾ എഫ് ടി എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ടി ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ടി എം ടി സെറ്റ് ആയിട്ടും ടി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ടി ഫുൾ സെറ്റ് ആയിട്ടും ഡിഫൈൻ ചെയ്തു. F1 എന്നുള്ളത് എക്സ് മൈനസ് ബി ആയിട്ട് ഡിഫൈൻ ചെയ്തു.
എഫ് നോട്ട് എന്നുള്ളത് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി. ഞാൻ നേരത്തെ പ്രൂഫ് ഇവിടെ നിന്നാണ് പറഞ്ഞു, അവിടെ നിന്ന് പോരാ, ഇവിടെ നിന്ന് മുതൽ വേണം കേട്ടോ. എയും ബിയും മുതൽ ഇവിടെ നിന്ന് മുതൽ പ്രൂഫ് വേണം. അപ്പൊ എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി. ഓക്കെ. ആൻഡ് എഫ് നോട്ട് എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള എഫ് വൺ എന്ന് പറയുന്ന എഫ് നോട്ട് ഈ രൂപത്തിലുള്ള ഓപ്പൺ സെറ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി ആവുന്ന രൂപത്തിൽ. അങ്ങനെയുള്ളത് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് ഷുവർ ആണ്. കാരണം നമ്മളുടെ സ്പേസ് നോർമൽ ആണല്ലോ. അപ്പൊ നോർമൽ സ്പേസിനുള്ള പ്രത്യേകത അവിടെ നിങ്ങൾ നോർമലിന്റെ ഒരു ഇക്വലന്റ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടാവും. എക്സ് നോർമൽ ആണെങ്കിൽ ഫോർ എനി ക്ലോസ്ഡ് സെറ്റ് സി ആൻഡ് എനി ഓപ്പൺ സെറ്റ് എക്സ് കണ്ടെയ്നിങ് സി ദർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ് എച്ച് സച്ച് ദാറ്റ് സി സബ്സെറ്റ് ഓഫ് എച്ച് എച്ച് ക്ലോഷർ സബ്സെറ്റ് ഓഫ് ജി. ഇങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ഓപ്പൺ സെറ്റും ഒരു ക്ലോസ്ഡ് സെറ്റും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റും ഉണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ് എച്ച് സച്ച് ദാറ്റ് സി സബ്സെറ്റ് ഓഫ് എച്ച് എച്ച് ക്ലോഷർ സബ്സെറ്റ് ഓഫ് ജി. അതേപോലെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് സെറ്റും ഒരു ഓപ്പൺ സെറ്റും ഉണ്ട്. ആരാണത്? നമ്മളുടെ ഇവിടെയുള്ള ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എയും ബിയും രണ്ട് ക്ലോസ്ഡ് സെറ്റ് തന്നിട്ടുള്ളത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം എ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ഈ എക്സ് മൈനസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. കാരണം എയും ബിയും ആയിട്ട് ഇന്റർസെക്ഷൻ ഇല്ല. അപ്പൊ എ മുഴുവനായും ബിയുടെ കോംപ്ലിമെന്റിനകത്തല്ലേ കിടക്കുക. എക്സ് മൈനസ് ബി ഓപ്പൺ ആണ്, കാരണം ബി ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ അവിടുത്തെ സിയും ജിക്കും പകരം ഇവിടെ സി എന്ന് പറയുന്നത് എയും ജി എന്ന് പറയുന്നത് എക്സ് മൈനസ് ബി ആണ്. അപ്പോ ആ പറഞ്ഞ രൂപത്തിലുള്ള എച്ച് എന്നുള്ള ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യല, ആ ഓപ്പൺ സെറ്റിനെയാണ് എഫ് നോട്ട് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് എഫ് നോട്ടും ആയിരിക്കും എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി ആയിരിക്കും. അപ്പൊ ആ രൂപത്തിൽ നോർമലിന്റെ ഇക്വലന്റ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടെന്ന് കിട്ടി. അപ്പൊ എഫ് വൺ ഓപ്പൺ സെറ്റ് നമ്മൾ എക്സ് മൈനസ് ബി ഡിഫൈൻ ചെയ്തു. എഫ് നോട്ട് എന്നുള്ളത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി ബാക്കിയുള്ള ഓപ്പൺ സെറ്റുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് കൺസിഡർ Q2. Q2 എന്നുള്ളത് എങ്ങനെ കൺസിഡർ ചെയ്യണം? Q നോട്ടിന്റെയും Q വണ്ണിന്റെയും ഇടയിലുള്ളത്. ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം Q നോട്ട് 0യും Q1 1ഉം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. Now define F22 to be an open set such that F20 closure subset of F22 subset of F22 closure subset of F21. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഓപ്പൺ സെറ്റ് ആയിട്ടാണ് ആരെ ഡിഫൈൻ ചെയ്യേണ്ടത്? F22. അങ്ങനെ ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യോ? എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, എഫ് നോട്ട് ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റും എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റുമാണ് ആണല്ലോ. ഇപ്പൊ നമ്മളുടെ നോർമലിന്റെ എഗെയിൻ ഇക്വലന്റ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇത് സിയും ഇത് ജിയും ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് വൺ ആണ് കേട്ടോ. അപ്പൊ എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് വൺ എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് വൺ ആണ്. അപ്പൊ അതിൽ എഫ് നോട്ട് ക്ലോഷർ ക്ലോസ്ഡ് സെറ്റും എഫ് വൺ ഓപ്പൺ സെറ്റും. അപ്പൊ നമുക്ക് നോർമലിന്റെ ഇക്വലന്റ് കണ്ടീഷൻ വെച്ചിട്ട് അവരുടെ ഇടയിൽ ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടുമല്ലോ. സോ എഫ് നോട്ട് ക്ലോഷർ സബ്സെറ്റ് ഓഫ് F22 സബ്സെറ്റ് ഓഫ് F22 ക്ലോഷർ സബ്സെറ്റ് ഓഫ് F21 എന്നുള്ള രൂപത്തിൽ ഒരു ഓപ്പൺ സെറ്റ് F22 എക്സിസ്റ്റ് ചെയ്യും. ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നോർമാലിറ്റി വെച്ച് കിട്ടിയിട്ടുള്ളതാണിത്. ഇനി എന്ത് ചെയ്യാം? അപ്പൊ F21 F22 എക്സെട്ര Fqn മൈനസ് 1 വരെയുള്ള ഓൾറെഡി ഡിഫൈൻ ചെയ്തു എന്നിരിക്കട്ടെ. ഇനി Fqn എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ Qn ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ Q0 Q1 Q2 എക്സെട്ര Qn മൈനസ് 1 ഉണ്ടല്ലോ, അതിലെ Qnന്റെ ജസ്റ്റ് ലെഫ്റ്റിലുള്ളയാളെ QI എന്നും റൈറ്റിലുള്ള ആളെ എന്താണ് QJ എന്നും വിളിക്കുക. അതായത് QI ഈക്വൽ ടു മാക്സിമം ഓഫ് QR, QN-നേക്കാൾ ചെറിയ QR-കളേക്ക് എടുക്കുക. അത് ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തതിൽ QN-നേക്കാൾ ചെറിയ QR-കളെല്ലാം എടുത്ത് അതിന്റെ മാക്സിമം ആണ് QI എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ സിമിലർലി QJ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് എമോങ് ദോസ് Q0 Q1 എക്സെട്ര Qn മൈനസ് 1 വിച്ച് ആർ ഗ്രേറ്റർ ദാൻ QN. QN-നേക്കാൾ വലിയ എന്താണ് Q0 Q1 എക്സെട്ര Qn മൈനസ് 1ലേക്ക് സ്മോളസ്റ്റ്. അതായത് QN-ന്റെ തൊട്ടിപ്പുറം നിൽക്കുന്ന റാഷണൽ നമ്പേഴ്സ് ഇതിൽ ആരൊക്കെയാണോ അവർ രണ്ടുപേരെയും ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. ഇനി ഓൾറെഡി നമ്മളുടെ ഹൈപ്പോത്തിസിസ് പ്രകാരം FQI ക്ലോഷർ സബ്സെറ്റ് ഓഫ് F21 ആ സ്ട്രക്ചറിലാണല്ലോ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇതുപോലെ. അപ്പം അത് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ അഗെയിൻ നോർമാലിറ്റിയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റ്, ഇത് ഓപ്പൺ സെറ്റ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് Fqn സച്ച് ദാറ്റ്
ക്യു ഐ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് ക്യു എൻ സബ്സെറ്റ് ഓഫ് എഫ് ക്യു എൻ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എഫ് ക്യു ജി. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എഫ് ടികൾ കിട്ടും, പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ എഫ് ടികൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഫ് എക്സ് ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ